ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആപ്പിൾ ഐഫോൺ 16 ആണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ആപ്പിൾ ഐഫോൺ 16 ഇറങ്ങിയപ്പം മേടിച്ച ഫോണാണ്. അപ്പം ഇപ്പോൾ 17 ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു കൊല്ലമായിട്ട് ഈ ഒരു ഫോൺ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു കൊല്ലത്തിന് ശേഷമുള്ള നമ്മുടെ ഒരു റിവ്യൂ ആണ്. അപ്പം ഇത് ഒരു ലോങ് ടേം റിവ്യൂ ആണ്. ഇപ്പം ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചപ്പം 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ്. പക്ഷേ മേടിച്ച സമയത്ത് ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5,000 രൂപയുടെ ബാങ്ക് ഓഫേഴ്സ് കിട്ടി. അതുപോലെ തന്നെ മൈജിന്ന് മേടിച്ചപ്പം 5,000 രൂപയുടെ വേറെയും ഓഫ് കിട്ടി. അപ്പം ടോട്ടൽ 70,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇവൻ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം ഓൺലൈൻ പ്രൈസ് കാണിക്കുന്നത് 69,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ്. പിന്നെ ഇപ്പോൾ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു പ്രൈസിങ്ങിൽ കിട്ടിയേക്കാം. ഇപ്പം 52,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഫോൺ കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്ര നേരത്തിന് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും റിവ്യൂലോട്ട് കിടക്കുമ്പം ആദ്യം ഇൻ ഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര വലിയൊരു സൈസല്ല. ഇപ്പോൾ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് എന്ന് പറയാവുന്നതാണ്. ഭയങ്കരം സൈസൊന്നും ഇല്ല. പിന്നെ ഇൻ ഹാൻഡ് ഫീലിൻ്റെ കാര്യത്തിൽ ഇപ്പം ബാക്ക് കവർ ഇടാതെ യൂസ് ചെയ്യുമ്പം ഇത് ചെറുതായിട്ട് സ്ലിപ്പായിട്ട് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് കേസ് ഇടാതെ ഈ ഒരു ഫോൺ ഇങ്ങനെ പിടിക്കാൻ ഒരു ധൈര്യമില്ല. വീണ് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കേസ് ഇടുക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഗ്ലാസും ഒട്ടിച്ച് വെക്കുക. ഇപ്പം സംഭവം ശരിയാണ്, സെറാമിക് ഷീൽഡ് ഗ്ലാസിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു ഫോൺ മേടിച്ച സമയത്ത് ഉടനെ തന്നെ ഗ്ലാസ് ഇട്ടിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗ്ലാസ് ഇട്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ് ഇട്ടപ്പം ഗ്ലാസ് ഇട്ട ആൾ പറഞ്ഞു ചെറിയ സ്ക്രാച്ച് സ്ക്രീൻ മേൽ വീണിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ രണ്ടാമത് വേറൊരു കടയിൽ നിന്ന് മാറ്റാൻ പോയപ്പോഴും അവരും പറഞ്ഞു ഇതിൻ്റെ മുകളിൽ സ്ക്രാച്ച് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം ബെറ്റർ നിങ്ങൾ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഇടുക, അതുപോലെ തന്നെ ഒരു ബാക്ക് കേസും ഇടുക. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഇതിൽ 6.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു സ്ക്രീൻ സൈസായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഭയങ്കരം ഓവറല്ല, എന്നാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സ്ക്രീൻ സൈസ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേക്കാണ്. ഇപ്പോൾ നമ്മൾ പുറത്ത് നല്ല സൺലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്താലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പം നല്ല ബ്രൈറ്റാണ്, നല്ല സൺലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിലാണ് എന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട്. ഇപ്പം 4K വീഡിയോ പ്ലേ ബാക്കിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, HDRൻ്റെ സപ്പോർട്ട് ഉണ്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു വീഡിയോ 4K വീഡിയോ ആണ്. 4K HDRലാണ് ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നത്. ഇപ്പം കാര്യമായിട്ട് സ്റ്റെക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. അപ്പം അതിലൊന്നും ഇഷ്യൂസ് ഇല്ല. ഇപ്പം ഇവൻ നെറ്റ്ഫ്ലിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും HDRൻ്റെ സപ്പോർട്ടും ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള സിനിമയും കാര്യങ്ങളൊക്കെ കാണുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സൗണ്ട് എന്നുള്ള കാര്യം. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, 2 സ്പീക്കേഴ്സ് ഉണ്ട്, നല്ല സൗണ്ട് ക്വാളിറ്റിയും ഇതിൽ വരുന്നുണ്ട്. അതിലൊന്നും ഇഷ്യൂസ് ഇല്ല. അപ്പം ഈ ഒരു സിനിമ ഒക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ലഭിക്കുന്നതായിരിക്കും. നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഇതിൽ കിട്ടും. ഇനിയിപ്പം ഇവൻ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഫോൺ പോക്കറ്റിലിട്ടിട്ട് കോളൊക്കെ വന്നാലും നല്ല ലൗഡായിട്ടുള്ള സൗണ്ടിൽ തന്നെ നമുക്ക് ഇത് കേൾക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ വേറെ 2 ആൻഡ്രോയിഡ് ഫോൺസ് ഉണ്ട്. ഇപ്പം ആൻഡ്രോയിഡ് ഫോൺസിൽ ചിലപ്പോൾ ഞാൻ കോൾ വരുമ്പോൾ അറിയില്ല, പക്ഷേ ഈ ഫോണിൽ കോൾ വന്നാൽ അറിയും. അപ്പം അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ നല്ലതാണ്, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ളൊരു കാര്യവും ഉണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല, 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഇപ്പം എൻ്റെ ഒരു നോർമൽ യൂസിൽ വലിയ ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ മെയിനായിട്ട് യൂട്യൂബ് കാണുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യുന്ന കാര്യം. അപ്പം അതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇല്ലെങ്കിലും നമുക്കത് വലിയ ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തോളണം എന്നില്ല. പക്ഷേ നിങ്ങൾ ഹെവി എഡിറ്റിങ്ങും ഗെയിമിങ്ങും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചില ഗെയിമിലൊക്കെ 90 FPS ബാക്കി ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യും, പക്ഷേ ഇതിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ നല്ലൊരു പ്രോസസ്സറൊക്കെ വരുന്നുണ്ടെങ്കിലും. അപ്പം അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് സ്ക്രോൾ ചെയ്യുമ്പം നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് വിചാരിച്ചത് കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അതും ശ്രദ്ധിക്കുക. അപ്പോൾ നോർമൽ യൂസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. എന്നാലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇല്ലാത്തത് ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒരു മിസ്സിങ്ങും ആയിട്ട് ഫീൽ ചെയ്തേക്കാം. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയ ഇഷ്യൂസും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നല്ല ഹെവി ഗെയിമിങ്ങിലൊക്കെ ചില സമയത്തൊക്കെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് ഒന്നും വരുന്നില്ല. അപ്പം കുറേ നേരമൊക്കെ നമ്മൾ ഹെവി ആയിട്ടുള്ള ഗെയിം കളിക്കുന്ന സമയത്ത് ചിലപ്പം ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ കുറേ നേരം കളിക്കുമ്പോൾ ചിലപ്പം ഹീറ്റായാലും നമ്മൾ ഫോണൊന്ന് താഴെ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ കുറേ നേരം കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ വന്നേക്കാം. പിന്നെ ചാർജിങ് ടൈമിലും ചെറിയൊരു ഹീറ്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഭയങ്കര ഓവറാണെന്ന് വെച്ചാൽ ഭയങ്കര ഓവർ എന്നല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ iOS 18 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പിന്നെ ഇതിൽ പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു iPhone 16 ഇവർ ലോഞ്ച് ചെയ്തപ്പം വലിയ രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതായിരുന്നു.
സത്യം പറഞ്ഞാൽ അതൊരു സ്കാം പോലെയായിരുന്നു. ഇപ്പം വലിയ ഫീച്ചേഴ്സൊന്നും ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പേരിൽ അവർ ലോഞ്ച് ചെയ്തിട്ടില്ല. ആൻഡ്രോയിഡിലൊക്കെ ഇവൻ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇവൻ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ വരെ പല ഫീച്ചേഴ്സും അവർ അനൗൺസ് ചെയ്തു. എന്നാൽ ആപ്പിൾ ഫോണുകളിൽ വരുന്ന ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു 15ഉം 16ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ചെറിയ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആകെ അവരെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു 16ൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യും, എന്നാൽ 15ൽ സപ്പോർട്ട് ചെയ്യില്ല എന്നായിരുന്നു. ഇപ്പം ഞാൻ 15 യൂസ് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് ഈ ഒരു 16ഉം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം രണ്ടും കമ്പയർ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ ഡിസ്പ്ലേയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് സെയിം ഡിസ്പ്ലേ തന്നെയാണ് അതിലും വരുന്നത്. അതിലും നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളതല്ല, ഇപ്പം ചില ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലീനപ്പ് എന്നുള്ള ഒരു ഫീച്ചറൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അത് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്താൽ ആ ഒരു സാധനമൊക്കെ അവിടുന്ന് റിമൂവ് ആവുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫീച്ചർ ഇപ്പം പല ആപ്പുകളിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ജെമിനി വേണമെങ്കിൽ യൂസ് ചെയ്യാം, ക്വൻ പോലുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പം ചെയ്തപ്പം അത്ര നല്ല രീതിയിലല്ല ഇതിൽ വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ വേറെ പല ആപ്പുകളിലും, അതായത് ജെമിനി അതുപോലെ തന്നെ ക്വൻ ഇതുപോലുള്ള ആപ്പുകളിലൊക്കെ ചെയ്യുമ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി, അവർ ഇതിനേക്കാൾ വൃത്തിയായിട്ട് ഈ ഒരു കാര്യം ചെയ്യും. അവൻ 15 എടുക്കാതെ ഇതെടുക്കുന്നതിനോണ്ട് എത്ര കാര്യമുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ അതിലും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആപ്പുകൾ നമുക്ക് വേറെ ലഭിക്കുന്നുണ്ട്. പിന്നെ 16ൽ എക്സ്ട്രാ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു സൈഡിലൊരു ബട്ടൺ വരുന്നുണ്ട്, ആക്ഷൻ ബട്ടനാണ്. ഇപ്പം ഞാൻ ഇതിൽ ഫ്ലാഷ് ലൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പണ്ട് ഇവിടെ പഴയ 15ലൊക്കെ ഒരു സൈലൻസ് ചെയ്യാനുള്ള ബട്ടണായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് മാറിയിട്ട് ആക്ഷൻ ബട്ടൺ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്യാമറ ബട്ടൺ എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ സൈഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇതിൽ ലോങ് പ്രസ് ചെയ്താൽ വിഷ്വൽ ഇൻ്റലിജൻസ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഇപ്പം ഗൂഗിൾ ജെമിനി ഇതിലും നല്ല രീതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇതെടുക്കണം എന്ന് പറയില്ല. പിന്നെ ജസ്റ്റ് ഒരു പ്രാവശ്യം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും. പിന്നെ ക്യാമറയിൽ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു ബട്ടണിൽ നമുക്ക് പറ്റും. പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യൂസ് ചെയ്തൊന്ന് ശീലമായി വരണം, എന്നാൽ മാത്രമേ നമ്മൾ ഇത് സ്ഥിരം യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം പതുക്കെ ജസ്റ്റ് ഒന്ന് ഞെക്കിയാലാണ് ഈ ഒരു ഇത് വരിക. നമ്മൾ 2 പ്രാവശ്യം ഞെക്കിയാൽ ബാക്കി ഓപ്ഷൻസ് വരും. അപ്പം ഇത് പഠിച്ചെടുക്കാൻ കുറച്ചൊരു ടൈം എടുക്കും. അതുകൊണ്ട് പല ആൾക്കാരും അത് യൂസ് ചെയ്യലില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ എത്ര പേര് അത് പഠിച്ചെടുത്തിട്ട് ചെയ്യും എന്നുള്ളത് ഒരു ഡൗട്ടാണ്. മിക്ക പേരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ക്യാമറയുടെ കാര്യത്തിൽ 15ലേതുപോലുള്ളൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ 15ആയിട്ട് ഈ ഫോൺ കമ്പയർ ചെയ്തു. ഇപ്പോൾ 15ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ കമ്പാരിസണും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. എന്തായാലും ഞാൻ കുറച്ച് സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 15ഉം 16ഉം തമ്മിലുള്ള ക്യാമറയുടെ ഇതിൽ എനിക്ക് ഭയങ്കര വലിയൊരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഡിഫറൻസ് എന്ന് ഞാൻ പറയില്ല. പിന്നെ എനിക്ക് അതിലൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള ഫീച്ചർ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നല്ല തിരക്കുള്ള സ്ഥലത്ത് നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലത്തെ നോയ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് 15ൽ കിട്ടുന്നില്ല. അപ്പം ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് മാത്രം എടുത്തിട്ട് ടൂൾസിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ സൗണ്ട് ക്ലിയർ ആയിട്ട് വരുന്നതും ആയിരിക്കും. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. എന്നാലും അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറൊക്കെ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ക്യാമറയുടെ കാര്യം അതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 3561 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി ഡീസൻറ്റ് എന്ന് പറയാം. ബാറ്ററി കപ്പാസിറ്റി അത്ര മികച്ച ബാറ്ററി കപ്പാസിറ്റി ഒന്നുമില്ല, എന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യൽ ഓരോരോ ദിവസമാണ്. ഇപ്പോൾ രാവിലെ ചാർജ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ ആയിരിക്കും ചാർജ് ചെയ്യൽ. ഇപ്പം ഞാൻ ഭയങ്കര ഹെവി യൂസറൊന്നുമല്ല, ഒരു നോർമൽ യൂസറാണ്. അതുകൊണ്ട് എനിക്കൊരു ദിവസം കിട്ടും. പക്ഷേ നിങ്ങൾ കുറച്ചൊക്കെ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ
രാത്രി രണ്ടാമത് ഒന്നും കൂടി ചാർജ് ചെയ്യേണ്ടി വരും. ബാറ്ററിയുടെ കാര്യം ഡീസൻ്റ് എന്ന് പറയാം. പിന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ചാർജ് ആവാൻ 1 മണിക്കൂറിൽ കൂടുതലൊക്കെ എടുക്കും. പക്ഷേ എന്നാലും ഒരു 50% ഒക്കെ നമുക്ക് ഒരു 30 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ 1 മണിക്കൂറൊക്കെയാണ് ചാർജ് ചെയ്യൽ. ഇപ്പം 100% ഒന്നും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും ബെറ്റർ 80 to 90% ഒക്കെ ഇടയിലായിട്ട് ചാർജ് ചെയ്ത് വെക്കുന്നതാണ്. അതും 20 to 30% ആകുമ്പോൾ തന്നെ ചാർജിന് കുത്തിയിടുന്നതും ആണ് നല്ലത്. അപ്പം നമുക്കൊരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ചാർജിന് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഫോണിൽ ആവശ്യമുള്ള ചാർജും കാര്യങ്ങളൊക്കെ ആ നേരം കൊണ്ട് കയറും. ബാറ്ററി ഡീസൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു 7 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഡീസൻ്റ് ആണ് എന്ന് തന്നെ പറയാം. പിന്നെ iPhone 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററിയൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വില ഇപ്പം 69,500 രൂപ പ്രൈസ് വെച്ചിലാണ് വരുന്നത്. ഇപ്പം iPhone 15 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ വെച്ചാൽ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. എന്നാൽ ഭയങ്കര വലിയ ഡിഫറൻസ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര വലിയ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഏകദേശം അടുത്ത് വരുന്ന ബാറ്ററി സെറ്റപ്പും ക്യാമറ സെറ്റപ്പൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 60,000 രൂപ പ്രൈസ് വെച്ചിട്ട് iPhone 15 കിട്ടുന്നുണ്ട്, അത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 16 എടുക്കുന്നതിലും നല്ലത് 17 എടുക്കാനാണ് പറയുക. കാരണം ഇത് ഓൾറെഡി 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണല്ലോ. അപ്പം 82,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 17ൻ്റെ 256 GB ഇൻറ്റേർണൽ വെർഷൻ കിട്ടുന്നുണ്ട്. ഇതിൽ 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻറ്റേർണൽ അതിൽ കിട്ടുന്നുണ്ട്. എന്നാൽ വില ആണെങ്കിൽ 82,000 രൂപ പ്രൈസ് റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾ 17ലോട്ട് പോകുക. അതിലാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള വലിയൊരു കാര്യമാണ്, അതവിടെ കിട്ടുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെയാണ് എക്സ്ട്രാ വരുന്നത്. അപ്പം ഒന്നെങ്കിൽ അതെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 15 എടുക്കുക. അപ്പം ഇതിൽ 15ഉം 16ഉം ആയിട്ട് വലിയ വ്യത്യാസമായിട്ട് അവർ പറഞ്ഞിരുന്ന ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ഫീച്ചറായിരുന്നു. അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പം ഒന്നെങ്കിൽ 15 അല്ലെങ്കിൽ 17, 16 നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.